അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് താസുആ, ആശുറ എന്ന് പറയുന്നത്. മുഹറം 9, മുഹറം 10. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞ് മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പഠിപ്പിച്ച മാസം, അല്ലാഹു തആല പരിഗണിച്ച മാസത്തെ നാം പരിഗണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിഗണന നമുക്ക് ലഭിക്കുന്നതാണ്. ഈ താസുആ, ആശുറ ദിനങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളായ ആളുകൾ മുഹറം 1 മുതൽ 10 ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം പറയുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മൻ സ്വാമ അയ്യാമൽ അശ്രി ഇലാ ആശുറാ ഔറസൽ ഫിർദൗസൽ അഅല. ഒരു മനുഷ്യൻ മുഹറം മാസം 1 മുതൽ 10 ഉൾപ്പെടെ നോമ്പനുഷ്ഠിച്ചാൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാകുന്ന ഫിർദൗസുൽ അഅല അവനെ അർഹതപ്പെട്ടിരിക്കുന്നു, അവനെ അവകാശപ്പെടുത്തിയിരിക്കുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ 10 ദിവസവും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സമയങ്ങളിൽ വിവാഹം, നിക്കാഹ്, ഭക്ഷണങ്ങൾ നൽകുന്ന പരിപാടികൾ, ഇതെല്ലാം ഉമ്മത്ത് മാറ്റിവെച്ചിരുന്നു എന്നുള്ളതാണ്. അത്രയും മഹത്വം പറയുമ്പോൾ അതോടൊപ്പം തന്നെ ആശുറാഇന്റെ നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സൗമു ആശുറാ കഫാറത്തു സനത്തിൻ, ഒരു വർഷത്തെ പാപത്തിന് പരിഹാരമാണ് ആശുറാ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ മഹത്വങ്ങൾ പറയുന്ന ഈ ദിവസം നമ്മുടെ കുടുംബത്തിന് നമ്മൾ വിശാലത ചെയ്തു കൊടുത്താൽ, ഭക്ഷണം, ഹലാലായ ഭക്ഷണം നമ്മുടെ കുടുംബത്തിന് നൽകി, മക്കൾ ആഗ്രഹിക്കുന്ന, ഭാര്യമാർ ആഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വർഷത്തെ ബാക്കിയുള്ള മാസങ്ങൾ ആ മനുഷ്യനും കുടുംബത്തിനും അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വസ്സഅ അലാ അഹ്ലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. ആശുറാഇന്റെ അന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അഹ്ലുകാരുടെ മേൽ വിശാലത ചെയ്തു കൊടുത്താൽ, വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി, അഥവാ ആ ദിവസത്തിന്റെ വർഷത്തിന്റെ ബാക്കിയുള്ള മാസങ്ങളിൽ അവനിക്കും കുടുംബത്തിനും അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ് 50 വർഷക്കാലം ഈ ഒരു കാര്യം, അഥവാ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്ത് അനുഭവിച്ചറിഞ്ഞ മഹാനായ സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, 50 വർഷക്കാലം മുഹറം മാസത്തിലെ ആശുറാഇന്റെ ദിനത്തിൽ കുടുംബത്തിനും മക്കൾക്കും ഞാൻ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ 50 വർഷക്കാലം ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ദാരിദ്ര്യമോ പ്രയാസങ്ങളോ അനുഭവിച്ചിട്ടില്ല എന്ന്. മഹാനവറുകൾ അവിടുന്ന് അവസാനം പറയുന്നുണ്ട്, ഫലം നറ ഇല്ലാ സഅത്തൻ, ഈ 50 വർഷക്കാലം വിശാലതയല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടെ, തൃപ്തിയോടുകൂടെ
പൊരുത്തത്തോടുകൂടെ നാം നമ്മുടെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമുക്ക് വലിയ വിശാലത നൽകും. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, അദ്കാറുകളൊക്കെ പൂർത്തിയാക്കുക. മുഹറം 10-ന്റെ നോമ്പ്, 9-ന്റെ നോമ്പൊക്കെ നാം നോറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്ന് ശിഷ്ടകാല ജീവിതം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി അല്ലാഹു നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ധാരാളം രോഗികളും അല്ലാഹു തആല എല്ലാവർക്കും പെട്ടെന്നുള്ള ഷിഫാഇനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.